السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റും മറമാടപ്പെട്ട ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അവന്റെ സ്വർഗം ഓശാരമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇരിക്കുന്ന അത്രയും സമയം ഇഅ്തികാഫിന്റെ നിയത്തോടുകൂടെ ഇരിക്കാൻ കഴിയണം. ആ നിയത്തോടുകൂടെ ഇരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി മക്കയുടെ മണലാരുണ്യത്തിലേക്ക് 40ാമത്തെ വയസ്സിൽ കടന്നു വരികയുണ്ടായി. ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബിലാൽ ഇബ്നു റബാഹിനെ പോലെ, അലിയുൽ മുർത്തദയെ പോലെ, ഖദീജ ബീവിയെ പോലെയുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒരു വലിയ ആദർശവുമായി അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചവരാണ്. അങ്ങനെ ആ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുവാദത്തോടുകൂടി ഒരുപാട് ആളുകൾ അബിസീനിയയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. ആ അബിസീനിയയിലേക്ക് പലായനം ചെയ്യുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തീരുമാനിച്ചു, മക്കയിൽ ജീവിക്കാൻ കഴിയുന്നില്ല, മക്കയിൽ ജീവിക്കാൻ പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പീഡനങ്ങളുണ്ട്. അതുകൊണ്ട് അബിസീനിയ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തേക്ക് ഹിജറ പോകാൻ, പലായനം ചെയ്യാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. അങ്ങനെ സ്വന്തം നാട് വിട്ടുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പലായനത്തിന് തയ്യാറാകുമ്പോൾ ആ നാട്ടിലെ വിശ്വാസിയല്ലെങ്കിലും മാന്യനായ മനുഷ്യനായ ഇബ്നു ദുഅന എന്ന് പറയുന്ന മനുഷ്യൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്ന് കാണുകയാണ്. വന്ന് കണ്ടുകൊണ്ട് പറഞ്ഞു, യാ അബാ ബക്കർ, ഏ അബൂബക്കറെ, മിസ്ലുക, താങ്കളെ പോലെയുള്ള മാന്യന്മാർ, താങ്കളെ പോലെയുള്ളവർ ലാ യഖ്റുജു, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് താങ്കൾ ഒരിക്കലും പോകാൻ പാടില്ല. വലാ യുഖ്റജു, താങ്കളെ പോലെയുള്ളവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പാടില്ലാത്തതാണ്. കാരണം ഇത്രയും സമ്പന്നനായ ആളായിട്ട് പോലും ഒരുപാട് മാന്യതയോടുകൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് അബൂബക്കർ. നിങ്ങൾ
അതുകൊണ്ട് നിങ്ങൾ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ ആശയവും ആദർശവും അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകാം, ഞാൻ നിങ്ങൾക്ക് അഭയം നൽകാം എന്ന് ഇബ്നു ദുഅന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയും ഇയാൾ ഖുറൈശി പ്രമാണിമാരെ ചെന്ന് കാണുകയാണ്. അബൂജഹലിനെ പോലെ, ഉത്ബത്തിനെ പോലെ, ശൈബത്തിനെ പോലെയുള്ളതായ വലിയ വലിയ നേതാക്കന്മാരെ കണ്ടുകൊണ്ട് പറഞ്ഞു, അബൂബക്കറിന് ഈ മക്കയിൽ ഞാൻ അഭയം നൽകുകയാണ്. അക്കാലഘട്ടത്തിൽ ഒരാൾ അഭയം നൽകി കഴിഞ്ഞാൽ അയാൾ ആരും ആക്രമിക്കാൻ പോകാറില്ല. അത് അക്കാലഘട്ടത്തിലെ പതിവാണ്. അതുകൊണ്ട് ഞാൻ അബൂബക്കറിന് അഭയം നൽകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശി പ്രമാണിമാര് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അബൂബക്കറിന് അഭയം നൽകുന്നതിൽ, പക്ഷേ ഞങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഞങ്ങൾക്കൊരു കണ്ടീഷൻ പറയാനുണ്ട്. എന്താണ് കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ, അബൂബക്കർ അവന്റെ നിസ്കാരങ്ങൾ വീടിന്റെ ഉള്ളിലാക്കിക്കൊള്ളണം, പരസ്യമായി നിസ്കരിക്കാൻ പാടില്ല. അബൂബക്കർ പരസ്യമായി ഖുർആൻ ഓതാൻ പാടില്ല. കാരണം അബൂബക്കർ പരസ്യമായി നിസ്കരിക്കുന്നത് കാണുമ്പോൾ, പരസ്യമായി ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ പെണ്ണുങ്ങൾ, ഞങ്ങളുടെ കുട്ടികളെല്ലാം ആ അബൂബക്കറിന്റെ ആ ഖുർആൻ പാരായണത്തിലും മറ്റും വശീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അബൂബക്കറിന് മക്കയിൽ താമസിക്കാം, പക്ഷേ അയാളുടെ ആരാധനയുമായി അയാൾ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൊള്ളണം എന്നതാണ് ഞങ്ങളുടെ കണ്ടീഷൻ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഇബ്നു ദുഅയ്യ കൊടുത്തതായ ആ അഭയമനുസരിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ ചെന്നിട്ട് വീടിന്റെ മുറ്റത്തൊരു പന്തലിടുകയാണ്. വീടിന്റെ മുറ്റത്തൊരു പന്തലിട്ടിട്ട് ആ പന്തലിൽ ഇരുന്നു കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. ആ മുറ്റത്തിരുന്നു കൊണ്ട്, ആ പന്തലിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ഇബ്നു ദഅനയുടെ അടുക്കലേക്ക് ആളുകൾ ചെന്ന്, ഖുറൈശികൾ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ അഭയം കൊടുത്ത അബൂബക്കർ അതാ വീടിന്റെ പുറത്ത് പന്തലിട്ടിരിക്കുന്നു, അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നു, ആ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് അതിൽ ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും അതിൽ ആകർഷകരായി പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത ആ നിർഭയത്വം പിൻവലിക്കണമെന്ന് പറഞ്ഞു. അബൂബക്കറിന്റെ അടുക്കലേക്ക് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ദുഅന കടന്നു വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, ഞാനല്ലേ നിങ്ങൾക്ക് അഭയം നൽകിയത്, അവര് പറഞ്ഞ കണ്ടീഷൻ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ദുഅയോട് പറഞ്ഞു, അറുദ്ദു ഞാൻ മടക്കുകയാണ്, അലൈക താങ്കൾക്ക് ഞാൻ മടക്കി തരികയാണ്, ജിവാറക താങ്കൾ എനിക്ക് നൽകിയതായ ആ നിർഭയത്വം താങ്കൾക്ക് ഞാൻ മടക്കി തരികയാണ്. എനിക്ക് അല്ലാഹുവിന്റെ അഭയം മതി, നിങ്ങൾ തന്ന അഭയം ഞാൻ എതിർക്കുകയാണ്, ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ദുഅനയോട് പറയുകയും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന്, വർത്തമാന കാലഘട്ടത്തിലെ അറേബ്യൻ രാജ്യങ്ങൾക്ക്, വർത്തമാന കാലഘട്ടത്തിലെ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് ഈ ചരിത്രവുമായി ഒരുപാട് ബന്ധങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നമുക്കറിയാം, കുറെ കാലമായിട്ട് പശ്ചിമേഷ്യയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഫലസ്തീനിലും അതുപോലെ തന്നെ ഗസയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ കൊല ചെയ്യപ്പെട്ടത്, 10,000 വിധവകളാക്കപ്പെട്ടത്, ലക്ഷക്കണക്കിന് മക്കൾ, അവിടെ പിഞ്ചുമക്കൾ കൊല ചെയ്യപ്പെട്ടതും ഭവനരഹിതരായതും പള്ളികൾ പൊളിഞ്ഞു വീണതുമെല്ലാം. ഇക്കാലഘട്ടത്തിൽ ഈ അടുത്ത കാലങ്ങളിലായി ഇറാനിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മളിപ്പോ എവിടെ നിൽക്കണം എന്നതാണ്. അറേബ്യൻ രാജ്യങ്ങളുടെ കൂടെ നിൽക്കണമോ, ഇറാന്റെ കൂടെ നിൽക്കണമോ,
അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളോടൊപ്പം നിൽക്കണമോ, അല്ലെങ്കിൽ ഇന്ത്യയുമായി ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂടെ നിൽക്കണമോ എന്നതൊക്കെ നമ്മുടെ ഒരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ചരിത്രം നമുക്ക് പ്രസക്തി ഉണ്ടായി വരുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഒന്ന് എടുത്തു നോക്കിയേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ലേ? വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടല്ലോ, വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടല്ലോ. പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ കണ്ടീഷനുകളും ധിക്കരിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? വീടിന്റെ മുറ്റത്തൊരു പന്തലിട്ടുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയും അവിടെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയും ചെയ്തു. എങ്കിൽ ഈ കഴിഞ്ഞ റമദാനുകളിൽ ഫലസ്തീനിന്റെ തെരുവീതികളിലേക്ക് എടുത്തു നോക്കിയാൽ അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുമാറ് അവരെല്ലാവരും തന്നെ പൊളിക്കപ്പെട്ടതായ മസ്ജിദുകളുടെ മുമ്പിൽ പന്തൽ കെട്ടിക്കൊണ്ട് അവിടെ സുജൂദിൽ വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണിച്ചു തന്ന മാതൃകയാണ്. കാരണം എന്താ? ഒരുപാട് പാശ്ചാത്യ രാജ്യം, ഒരുപാട് ആളുകൾ, സാമ്രാജ്യത്വ ശക്തികൾ, സയനിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾ വന്നുകൊണ്ട് ഫലസ്തീനികളോട് പറയുന്നത്, നിങ്ങളൊന്ന് മയപ്പെടാൻ തയ്യാറാണോ? നിങ്ങളുടെ ആദർശത്തിൽ നിന്നൊന്ന് മയപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറയുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കാണ് അവർക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭയം ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ നൽകുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, പിന്നെയോ അള്ളാഹുവിന്റെ അഭയം മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വെയിലിനെയും ചൂടിനെയും ഒക്കെ എല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ പെരുന്നാൾ നിസ്കരിച്ചത് പോലും. നമ്മൾ ചെറിയ പെരുന്നാൾ ഈ ഫാനിന്റെയും ഈ എസിയുടെയും കീഴിലിരുന്നു കൊണ്ട് സുഖമായി നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ അവർ വെറും പന്തൽ കെട്ടിക്കൊണ്ട് അവിടെയായിരുന്നു അവർ പെരുന്നാൾ ആഘോഷിച്ചത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കിയേ, ഇറാനിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉപരോധങ്ങൾ, രാഷ്ട്രീയപരമായി എടുത്തു നോക്കിയാൽ ഇറാനിന്റെ ആശയവും ഇറാനിന്റെ ആദർശത്തെയൊക്കെ നമുക്ക് മാറ്റിവെക്കാം, അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു മുസ്ലിം രാജ്യം എന്ന രീതിയിലാണല്ലോ അമേരിക്കയും സയനിസ്റ്റ് ഭരണകൂടവും എല്ലാം ഇറാനെ കാണുന്നത്. അതിനപ്പുറം മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ആ രാജ്യത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായി ഒരുപാട് രാഷ്ട്രീയ ഉപരോധങ്ങൾക്കും എല്ലാം ഉപരോധങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാൻ എന്ന രാജ്യത്തിൽ അത്തരത്തിലൊക്കെ ഉപരോധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അവർ അതിൽ നിന്ന് പിന്തിരിയാതെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈമാനികമായി മുന്നേറുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും വലിയ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സയനിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, അവർ ഇന്ന് വരെ കാണാതിരുന്ന ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നതിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. എവിടെയാണ്? ആദർശം പണയം വെക്കാൻ അവർ തയ്യാറായില്ല എന്നതുകൊണ്ടാണ്. ആദർശം പണയം വെക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ടാണ്. നമ്മള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയപ്പെടുമ്പോൾ, ഇബ്നു ദുഅനയെ പരിചയപ്പെടുമ്പോൾ, ഈ രണ്ടാളുകളുടെയും സ്വഭാവവും ഈ രണ്ടാളുകളും സമൂഹത്തിൽ നിലത്ത് വരുത്തിയ ചലനവും നമ്മൾ എടുത്തു നോക്കിയാൽ രണ്ട് രാഷ്ട്രീയ പാതകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പോരാടിയ പ്രതിരോധത്തിന്റെ പാതയാണ്. മറ്റൊന്ന് ആദർശത്തിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ട് ഒരു സമീപനം, ഒരു സമാധാനത്തിന്റെ പാത തേടി പോയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമാധാനത്തിന്റെ പാത തേടുന്നിടത്തല്ല, പിന്നെയോ ആദർശത്തിൽ നിന്ന് പിന്നിലേക്ക് പോയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിലപാടാണ് ഫലസ്തീനികളുടെ നിലപാടായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഗസയുടെ മക്കളുടെ നിലപാടായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാനിന്റെ നിലപാടായി നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്താ? അല്ലാഹു മദി അലൈഹിസ്സല്ലാഹു ബികാഫി. അല്ലാഹു മതിയില്ലയോ നിങ്ങൾക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ചോദിച്ചു, നിങ്ങൾക്ക് അല്ലാഹു മതിയില്ലയോ? നിങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫലസ്തീനികൾ മുന്നോട്ട് പോകുന്നത്. എന്ന് മാത്രമല്ല, ബിമാ യുഅ്മറു, നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുക, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുകയാ, അല്ലാതെ അവിശ്വാസികൾക്ക് നിങ്ങൾ വഴിപ്പെടരുത് എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനത്തെ മനസ്സിൽ കയറ്റിക്കൊണ്ടാണ് ഫലസ്തീനിലെ മക്കൾ മുന്നോട്ട് പോകുന്നത്. ഇതൊരു വിഭാഗം ആളുകളാണ്.
രണ്ടാമതൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് കാര്യം അറേബ്യൻ രാജ്യങ്ങൾക്ക്, ഖത്തറിനായാലും UAE-ക്കായാലും കുവൈറ്റിനായാലും മറ്റ് ഏത് ഇസ്ലാമിക രാജ്യമായാലും GCC രാജ്യങ്ങളായാലും അവർക്കൊക്കെ മുസ്ലിമീങ്ങളോട് സ്നേഹമുണ്ട്, ഫലസ്തീനികളോട് സ്നേഹമുണ്ട്, ഗസയോട് സ്നേഹമുണ്ട്, ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇബ്നു ദഅനയെ പോലെയാണ്. കാരണം എന്താ? ഇബ്നു ദഅന മാന്യമായ ഒരു മനുഷ്യനാണ്. അബൂബക്കറിനെ പോലെയുള്ള ആളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഒന്ന് ആദർശത്തിൽ കുറച്ച് വെള്ളം ചേർക്കണം. ഏതാണ് ഇബ്നു ദഅനയുടെ നിലപാട്? ആദർശത്തിൽ കുറച്ച് വെള്ളം ചേർക്കണം എന്നതുപോലെ നിങ്ങൾ കുറച്ചൊക്കെ മയപ്പെടണം. നമ്മളൊന്ന് മയപ്പെടണം. കാരണം നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ അമേരിക്കക്കും അതുപോലെ തന്നെ സയനിസ്റ്റ് ഭീകരന്മാരാകുന്ന ഇസ്രായേലിനും വഴിപ്പെട്ടാൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നതിലേക്ക് അറേബ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങള് മക്കയിൽ ജീവിച്ചു അബൂബക്കറെ, മക്കയിൽ ജീവിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ മക്കയിൽ ജീവിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ നിസ്കാരം വീടിന്റെ അകത്തളത്തിലാക്കണം. നിങ്ങൾ ഖുർആൻ ഓതുന്നത് മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല. ഈ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിച്ചു പോകുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നിടത്തേക്ക് ഇബ്നു ദഅന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയൊന്നും പതറിപ്പോകാത്ത ഒരാളായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ ചരിത്രം മാത്രമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ നിലപാട് എന്ന് പറയുന്നത് ആദർശത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എവിടെയാണോ നിൽക്കേണ്ടത് ആ വിഭാഗത്തിനോടൊപ്പം നിൽക്കേണ്ടതുണ്ട്. നീതിയുടെ കൂടെ നിൽക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. ഒരു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് നീതിക്ക് എതിരായിട്ട് നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നവൻ നിങ്ങളുടെ ശത്രുവാണെങ്കിലും അവന് നീതിയുടെ ആവശ്യമാണോ, അവന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ നീതിയുടെ വിഷയത്തിൽ നീതിയോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നാ പറഞ്ഞത്. നമ്മൾ അതിന്റെ കൂടെ നിന്നാലും നിന്നില്ലെങ്കിലും സത്യം വരികയും ആ സത്യം അസത്യത്തിന്റെ മേൽ വിജയം വരിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ,